അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വധഭീഷണി ഉണ്ടെന്നത് രഹസ്യമല്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും പ്രസിഡന്റ് ആയ ശേഷവും വധശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ആക്രമണങ്ങൾ മുൻകൂട്ടി അറിയാൻ അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ തുർക്കിയിൽ നാറ്റോ സമ്മേളനത്തിന് പോയപ്പോൾ ഇറാനിൽ നിന്ന് സുരക്ഷാ ഭീഷണിയുടെ വിവരം കിട്ടി. പ്രസിഡന്റിന്റെ സുരക്ഷാ ചുമതലയുള്ള സീക്രട്ട് സർവീസ് സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് പെരുമാറി നടപടിയെടുത്തു. ലോകം കാണുകെ ഒരു വിമാനത്തിൽ കയറിയ പ്രസിഡന്റിനെ രഹസ്യമായി ആഹാരം കൊണ്ടുപോകുന്ന കാറ്ററിംഗ് ട്രക്കിൽ കയറ്റി മറ്റൊരു സൈനിക വിമാനത്തിൽ ഇരുത്തി ബ്രിട്ടനിലെത്തിച്ചു. ഈ രഹസ്യ വിമാനം മാറിയുള്ള സഞ്ചാരത്തിന് ആധാരം ട്രംപിനെ വധശ്രമത്തിൽ നിന്ന് രക്ഷിക്കാനായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. തുർക്കിയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നുവെന്നും അതിൽ നിന്ന് ട്രംപ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്നുമാണ് വിദേശ മാധ്യമങ്ങൾ പറയുന്നത്. തനിക്ക് വധഭീഷണി ഉണ്ടായിരുന്നതായും വിമാനം മാറി സഞ്ചരിച്ചതായും ട്രംപ് തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സീക്രട്ട് സർവീസിന്റെ ആവശ്യപ്രകാരമാണ് താൻ വിമാനം മാറി സഞ്ചരിച്ചത് എന്നും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. ട്രംപിന്റെ താമസ സ്ഥലവും സഞ്ചരിക്കുന്ന വിമാനവും അടക്കം സ്കെച്ച് ചെയ്തുകൊണ്ടുള്ള നിരീക്ഷണമായിരുന്നു ഇറാൻ നടത്തിയത്. ഇറാനിൽ നിന്ന് ഈ വിവരം ചോർത്തിയ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്ത്രപരമായി ട്രംപിനെ വിമാനം മാറിക്കയറ്റി ആക്രമണ പദ്ധതിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ താൻ മാറിക്കയറിയ വിമാനത്തിനും ആദ്യത്തേതിനേക്കാൾ സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നതായാണ് പിന്നീട് ഒഹോയോയിൽ നിന്ന് മടങ്ങിയെത്തിയ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നാടകീയ രംഗങ്ങളായിരുന്നു ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്കാറ വിമാനത്താവളത്തിൽ നടന്നത്. ഒരേ സമയം 3 വിമാനങ്ങൾ അങ്കാറയിൽ നിന്ന് പറന്നുയർന്നു. ആദ്യം കയറിയ വിമാനത്തിൽ നിന്ന് അതീവ രഹസ്യമായി ട്രംപിനെ മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റി. ബ്രിട്ടനിലെത്തിയ ട്രംപിനെ വീണ്ടും പഴയ വിമാനത്തിലേക്ക് രഹസ്യമായി കയറ്റിയ ശേഷം എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന തരത്തിൽ എയർഫോഴ്സ് 1 വിമാനത്തിൽ നിന്ന് ട്രംപ് ഇറങ്ങി വരികയും ചെയ്തു. അമേരിക്കയുടെ എയർഫോഴ്സ് 1 വിമാനത്തിലാണ് ട്രംപ് സഞ്ചരിക്കേണ്ടിയിരുന്നത്. എന്നാൽ എയർഫോഴ്സ് 1 വിമാനത്തിന് നേർക്ക് മിസൈൽ ആക്രമണം ഉണ്ടായേക്കുമെന്ന രഹസ്യ വിവരം അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ആക്രമണത്തിന്റെ സ്വഭാവം ഏത് തരത്തിലായിരിക്കുമെന്ന് കൂടി പുറത്തു വന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു. ട്രംപിന്റെ താമസ സ്ഥലം പോലും ഇറാന്റെ ചാരക്കണ്ണുകൾ മനസ്സിലാക്കി. ട്രംപ് താമസിക്കുന്ന ഹോട്ടലും അതിലെ ഏത് നിലയിലാണ് ട്രംപ് താമസിക്കുന്നത് എന്ന് പോലും ഇറാൻ ഏജൻസികൾ മനസ്സിലാക്കിയിരുന്നുവെന്ന അറിവ് അമേരിക്കൻ സീക്രട്ട് സർവീസിന് ലഭിച്ചു. തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈലുമായി ഉച്ചകോടി നടന്ന സ്ഥലത്തിന് സമീപം ഒരാളെ കണ്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നതോടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉണർന്നു പ്രവർത്തിച്ചു. ഇറാൻ ട്രംപിനെ ലക്ഷ്യമിട്ടതായി ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസികളും വിവരം നൽകിയതോടെ ട്രംപിനെ സുരക്ഷിതമാക്കാൻ സീക്രട്ട് സർവീസ് ഏജൻസി തന്ത്രപരമായ നാടകീയ നീക്കങ്ങൾ ആസൂത്രണം ചെയ്തു. വിമാനം പോലും സ്കെച്ച് ചെയ്തു എന്ന് മനസ്സിലാക്കിയതോടെ ട്രംപിനെ വിമാനം മാറ്റാനാണ് സീക്രട്ട് സർവീസ് തീരുമാനിച്ചത്. ഇതിനായുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്തു. ഖത്തർ സമ്മാനമായി നൽകിയ ആഡംബര ജംബോ ജെറ്റാണ് ട്രംപ് അങ്കാറയിലേക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള യാത്രയ്ക്കായി ഉപയോഗിച്ചത്. ആഡംബര ജെറ്റ് എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഈ വിമാനത്തിൽ സംവിധാനമില്ല. എയർഫോഴ്സ് 1 വിമാനമാണ് ട്രംപ് സാധാരണയായി യാത്രയ്ക്ക് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ എയർഫോഴ്സ് 1 ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിട്ടു എന്ന് രഹസ്യ വിവരമുണ്ട്. ഇതോടെ ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു വിമാനമാണ് ഏജൻസികൾ തെരഞ്ഞെടുത്തത്. എന്നാൽ ട്രംപിനെ വിമാനം മാറ്റിക്കയറ്റുന്ന വിവരം പുറത്തറിയാനും പാടില്ല എന്ന നിർബന്ധമുണ്ടായിരുന്നു. ഇതിനായി നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് മടങ്ങാൻ ജൂലൈ 8 വിമാനത്താവളത്തിലെത്തിയ ട്രംപ് ക്യാമറകൾക്ക് മുന്നിൽ പഴയ എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറി. പിന്നാലെ മാധ്യമങ്ങൾ വിമാനത്തിന്റെ പിൻഭാഗത്ത് കയറി എന്ന് ഉറപ്പായതോടെ എല്ലാവരോടും പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്കായി വിമാനത്തിന്റെ ജനൽ ഷീൽഡുകൾ താഴ്ത്തിയിടാൻ നിർദ്ദേശിച്ചു. ഇതിനുശേഷം ആരും കാണാതെ രഹസ്യമായി ട്രംപിനെ വിമാനത്തിൽ നിന്ന് പുറത്തിറക്കി കാറ്ററിംഗ് ട്രക്കിനുള്ളിൽ ഒളിപ്പിച്ച് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ C-32A എന്ന ചെറിയ സൈനിക വിമാനത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇതേക്കുറിച്ച് വിദേശ മാധ്യമങ്ങൾ പിന്നീട് വിശദീകരിക്കുകയുണ്ടായി. ചില വീഡിയോകളുടെ സഹായത്തോടെയാണ് വിമാനമാറ്റത്തിന്റെ രീതി ന്യൂയോർക്ക് ടൈംസും BBC-യും അടക്കമുള്ള മാധ്യമങ്ങൾ വിശകലനം ചെയ്തത്. മാധ്യമങ്ങൾ എത്തുമ്പോൾ തന്നെ വിമാനത്തിന്റെ മുന്നിലും പിന്നിലുമായി 2 കാറ്ററിംഗ് ട്രക്കുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും കയറിയതിന് പിന്നാലെ ഈ ട്രക്കുകൾ എയർഫോഴ്സ് 1 പരിസരത്ത് നിന്ന് C-32A സമീപത്തേക്ക് നീങ്ങി. എയർഫോഴ്സ് 1 മറുവശത്തുള്ള ഒരു ട്രക്കിൽ ഒരു കാറ്ററിംഗ് കണ്ടെയ്നർ കയറ്റി C-32A അരികിലേക്ക് സഞ്ചരിച്ചു. പിൻഭാഗത്തെ രണ്ടാമത്തെ കാറ്ററിംഗ് കണ്ടെയ്നർ അവിടെ നിന്ന് മാറ്റിയെങ്കിലും C-32A അടുക്കുന്നുണ്ടായിരുന്നില്ല. എയർഫോഴ്സ് 1 വിമാനം C-32A മുൻപ് പറന്നുയരുകയും ചെയ്തു.
മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൗസ് ജീവനക്കാരും അടക്കം എല്ലാവരും കരുതിയത് ട്രംപ് പഴയ വിമാനത്തിൽ തന്നെ ഉണ്ടെന്നായിരുന്നു. എന്നാൽ ട്രംപ് വിമാനം മാറിയ വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല. പക്ഷേ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ട്രംപിനൊപ്പം അതീവ രഹസ്യമായി ചെറിയ സൈനിക വിമാനത്തിലാണ് യാത്ര തിരിച്ചത്. ഇംഗ്ലണ്ടിലെ മിൽഡൻ ഹാൾ സൈനിക താവളത്തിൽ മറ്റു 2 വിമാനങ്ങളും എത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഖത്തറിന്റെ ആഡംബര ജെറ്റെത്തി. ഈ ബോയിംഗ് വിമാനം ബ്രിട്ടനിലെത്തി 4 മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപ് സഞ്ചരിച്ച C-32A അവിടെ എത്തിയത്. അതിനും 9 മിനിറ്റ് മുൻപ് എയർഫോഴ്സ് 1 എത്തി. തുടർന്ന് രഹസ്യമായി തന്നെ ട്രംപിനെ C-32Aയിൽ നിന്ന് എയർഫോഴ്സ് 1ലേക്ക് മാറ്റി. ശേഷം സാധാരണ പോലെ ട്രംപ് എയർഫോഴ്സ് 1ൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്തു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് താൻ വിമാനം മാറി യാത്ര ചെയ്തതായി ഇക്കഴിഞ്ഞ ദിവസവും ട്രംപ് സ്ഥിരീകരിച്ചതാണ്. രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു ഈ മാറ്റമെന്നാണ് ട്രംപ് പറഞ്ഞത്. നിരവധി ഭീഷണികൾ തനിക്കെതിരെ നിലവിലുണ്ട് എന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രസിഡന്റിന് ഇത്തരം വെല്ലുവിളികൾ സ്വാഭാവികമാണ് എന്നുകൂടി ട്രംപ് പറയുന്നുണ്ട്. സീക്രട്ട് സർവീസ് പറയുന്നതനുസരിച്ചാണ് താൻ പെരുമാറാറുള്ളത്. അവർ അന്ന് തന്നോട് വിമാനം മാറി യാത്ര ചെയ്യാൻ ആവശ്യപ്പെട്ടു. അത് താൻ അനുസരിച്ചു. കൂടുതലൊന്നും അവരോട് അതേക്കുറിച്ച് ചോദിച്ചിരുന്നില്ല എന്നാണ് ട്രംപ് വിമാനമാറ്റത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും അവർ എപ്പോഴും കള്ളമാണ് പറയുന്നത് എന്നും ട്രംപ് ഇതേക്കുറിച്ച് ഇറാനെ കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ മേഖലയിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷാവസ്ഥയ്ക്കിടെയാണ് ഈ ഭീഷണി വാർത്ത പുറത്തുവരുന്നതും അതേ തുടർന്ന് താൻ വിമാനം മാറി സഞ്ചരിച്ചുവെന്ന് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചതും. ഇറാനും US-നുമിടയിൽ പുതിയ സമാധാന ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ഇതും പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യത്തെ പേര് തൻ്റേതാണ് എന്ന തരത്തിൽ ട്രംപ് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഇറാൻ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ അമേരിക്കയിലെ ഇറാൻ അനുകൂല സ്ലീപ്പർ സെല്ലുകളെ ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസി സജീവമാക്കി എന്ന വാർത്തകൾ വന്നിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ഭരണസാരഥികളെ വധിക്കാനായിരുന്നു പദ്ധതിയെന്നും റിപ്പോർട്ടുകൾ വന്നതാണ്. എന്നാൽ ശക്തമായ സുരക്ഷയാണ് അമേരിക്കൻ നേതാക്കൾക്ക് ഉള്ളത്. അതിനാൽ ഇതുവരെ ഇറാന്റെ അമേരിക്കൻ മണ്ണിലെ പദ്ധതികൾ നടപ്പായില്ല എന്നാണ് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനിയെ വധിച്ചപ്പോൾ മുതൽ ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കണമെന്ന ആവശ്യം ഇറാനിയൻ ജനതയും ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ ഈ വികാരം ആളിക്കത്തി. അലി ഖമനിയ്ക്കായി കണ്ണീർ പൊഴിച്ച സ്ത്രീകളെ ട്രംപ് അധിക്ഷേപിക്കുകൂടി ചെയ്തതോടെ ഇറാനിയൻ ജനത ഒന്നടങ്കം ട്രംപിനും അമേരിക്കയ്ക്കുമെതിരായി. 8 മാസം മുൻപ് ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ ജനതയെ അല്ല ഖമനിയുടെ സംസ്കാരത്തിന് ശേഷം കണ്ടത്. അമേരിക്കയ്ക്കെതിരായ ഇറാൻ ഭരണകൂടത്തിന്റെ ഏത് നീക്കത്തെയും പിന്തുണയ്ക്കുന്ന ജനങ്ങളെയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ആഗ്രഹിച്ചതല്ല എങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് ജനങ്ങളെയും ഭരണകൂടത്തെയും ഒരുമിപ്പിച്ച വ്യക്തിയായി. അതോടെ പൂർവാധികം ശക്തിയോടെ ട്രംപിനെ വധിക്കാനുള്ള തയ്യാറെടുപ്പിലായി ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗവും.